ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 16-ാമത്തെ ശ്ലോകം നോക്കാം. യേഷാം ചിത്തേ വസേത് ഭക്തി സർവദാ പ്രേമരൂപിണീം ന തേ പശ്യന്തി കീനാശം സ്വപ്നേപ്യമലമൂർത്തയഃ. ഇനിയും അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഇപ്പോൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ എങ്ങനെയുള്ള ജീവന്മാരാണ് എളുപ്പം യാതൊരു ഭയവും കൂടാതെ ഭഗവാനിങ്കിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് പറഞ്ഞത്. ഈ ഒരു ശ്ലോകത്തിൽ ഒന്നുകൂടി ആ ഭഗവത് ഭക്തരുടെ മഹിമയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് നോക്കാം. യേഷാം എന്നാൽ യാതൊരാളുടെ ചിത്തത്തിൽ, ചിത്തേ എന്ന് പറഞ്ഞാൽ ചിത്തത്തിൽ, മനസ്സിൽ, വസേത് എന്ന് പറഞ്ഞാൽ വസിക്കുന്നുവോ, ആര്? ഭക്തിദേവി. യാതൊരാളുടെ ചിത്തത്തിലാണോ, ഹൃദയത്തിലാണോ ഭക്തിദേവി വസിക്കുന്നത്, എങ്ങനെ? സർവദാ പ്രേമരൂപിണി, സർവദാ എപ്പോഴും, പ്രേമരൂപിണി ഭഗവാനോടുള്ള ഒരു പ്രേമസ്വരൂപമായിട്ട് ഭക്തിദേവി എപ്പോഴും വസിച്ചുകൊണ്ടിരിക്കുന്നത് യാതൊരാളുടെ ഹൃദയത്തിലാണോ. ന എന്നാൽ ഇല്ല, തേ എന്നാൽ അവർ, ആര്? അതിപ്പം പറയും. പശ്യന്തി എന്നാൽ കാണുന്നില്ല. അതാ ഈ അവർ എന്ന് പറഞ്ഞത് യാതൊരാളുടെ ഹൃദയത്തിലാണോ ഭഗവാന്, ആ ഭക്തിദേവി ഭഗവാനോടുള്ള ഒരു പ്രേമസ്വരൂപമായിട്ട് വസിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ ഇല്ല. എന്താ? പശ്യന്തി എന്നാൽ കാണുക. അപ്പോൾ കാണുന്നില്ല. നതേ പശ്യന്തി, അവർ കാണുന്നില്ല. എന്ത്? കീനാശം എന്ന് പറഞ്ഞാൽ യമദേവനെ, അവരുടെ ആ ഒരു നാശത്തെ, നമുക്കറിയാം ഏതൊരു സൃഷ്ടിയുടെ അന്ത്യം അല്ലെങ്കിൽ അതിൻ്റെ നാശം എന്ന് പറയുന്നത് ആ മരണത്തോടു കൂടിയാണ് അല്ലേ. അപ്പോൾ അതിന് ഹേതുവായിട്ടുള്ളത് ആ യമദേവനെ സ്വപ്നേപ്യമലമൂർത്തയ, സ്വപ്നേ അപി അമലമൂർത്തയ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് സ്വപ്നേപ്യമലമൂർത്തയ. സ്വപ്നത്തിൽ, അപി പോലും, സ്വപ്നത്തിൽ പോലും കാണുന്നില്ല. എങ്ങനെയുള്ളവർ? അമലമൂർത്തയ. അമല എന്നാൽ വളരെ പരിപാവനമായിട്ടുള്ള, നിർമ്മലമായിട്ടുള്ള, മൂർത്തയ സ്വരൂപന്മാരായിട്ടുള്ളവർ. അപ്പോൾ ആരാണോ ഭക്തിദേവിയെ തൻ്റെ ചിത്തത്തിൽ ഭഗവാനോടുള്ള പ്രേമസ്വരൂപമായി, ആരുടെ ചിത്തത്തിലാണോ സദാ ഭക്തിദേവി വസിക്കുന്നത്, അങ്ങനെയുള്ള അമലമൂർത്തന്മാരായിട്ടുള്ളവർ, നിർമ്മല സ്വരൂപന്മാരായിട്ടുള്ളവർ സ്വപ്നത്തിൽ പോലും യമദേവനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഒന്നും ശരീരത്തിന് നാശമില്ല എന്നല്ല അർത്ഥം, അവർക്കൊന്നും മരണമില്ല എന്നല്ല അർത്ഥം. പക്ഷെ ആ മരണസമയത്തിലും അവർ കാണുന്നത് ആ ഭഗവാനെ, പ്രേമസ്വരൂപനായിട്ടുള്ള ഭഗവാനെ തന്നെയാണ്. തങ്ങൾ സദാ തങ്ങളുടെ ചിത്തത്തിൽ ഏതൊരു പ്രേമസ്വരൂപനായ ഭഗവാനാണോ വസിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു സ്വരൂപത്തെയാണോ സദാ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഏതൊരു പ്രേമസ്വരൂപനെയാണോ ആ പ്രേമസ്വരൂപനെ തന്നെയാണ് ഈ ദേഹം ഉപേക്ഷിച്ചു പോകുന്ന സമയത്തും അവർ കാണുന്നത്. അഥവാ വൈകുണ്ഠ ലോകത്തിൽ ഏതൊരു സ്വരൂപമാണ്, ഏതൊരു ഈശ്വര ചൈതന്യമാണോ, ഏതൊരു പ്രേമസ്വരൂപനാണോ, ഏതൊരു മൂർത്തിയാണോ, ഏതൊരു ആനന്ദ മൂർത്തിയാണോ, ഏതൊരു ചിദാനന്ദ സ്വരൂപനാണോ, ആ സ്വരൂപത്തെ തന്നെ സദാ ഉള്ളിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ, അത്തരത്തിലുള്ള നിർമ്മല സ്വരൂപമായിട്ടുള്ള സജ്ജനങ്ങൾ, അവർ സ്വപ്നത്തിൽ പോലും യമദേവനെ കാണുന്നില്ല. ആ ജീവൻ്റെ പുതിയ യാത്രയുടെ തുടക്കം അല്ലെങ്കിൽ
ഭഗവാനിലേക്കുള്ള ഈ ഒരു യാത്ര ഇവിടെ അവസാനിപ്പിച്ച് ആ ജീവൻ കടന്നു പോകുമ്പോൾ അവർക്ക് തൊട്ടു മുൻപുള്ള ശ്ലോകത്തിലെ ഒരു വാക്കുകൂടി എടുത്താൽ നിർഭയ കൃഷ്ണമന്ദിരം, അവർക്ക് യാതൊരു ഭയവും കൂടാതെ അവർ ഇവിടെ നിന്നും അവരുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നു. എങ്ങനെ? നിർഭയ, യാതൊരു ഭയവും കൂടാതെ. ഏതൊരു ആനന്ദ ലഹരിയിലാണോ അവർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്, അതേ ആനന്ദത്തോടുകൂടി അവരുടെ പുതിയ വാസസ്ഥാനമായ വൈകുണ്ഠ ലോകത്തിലേക്ക് അവർ താമസം മാറുന്നു. അവരുടെ ആ ഒരു മാറ്റത്തിൽ അല്ലെങ്കിൽ ആ ഒരു മരണവേളയിൽ പോലും അവർക്ക് യാതൊരു ഭയവും ഉണ്ടാകുന്നില്ല. അവർ യമദേവനെ കാണുന്നില്ല. ഇത് നമുക്ക് അജാമിളൻ്റെ കഥയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ഭഗവാനെ ഭക്തിയോടുകൂടി ആ ഭഗവാനെ തന്നെ സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളിന്, അല്ലെങ്കിൽ ഭഗവത് നാമം ഉരുവിടാൻ നമുക്ക് ഈ ഭാഗവതത്തിൽ തന്നെ പല ഇടങ്ങളിൽ നമുക്ക് കാണാം. അന്തകാലേ നാരായണ സ്മൃതി, അവസാന കാലത്ത് ഭഗവാനെ സ്മരിക്കണം. പക്ഷെ ആ അവസാന സമയത്ത് അത് വരണമെങ്കിൽ അവസാനത്തിനു മുൻപുള്ള ഓരോ നിമിഷവും നമ്മൾ അതിനെ സ്മരിച്ചുകൊണ്ടിരുന്നാലേ അവസാന സമയത്ത് അത് നാവിൽ വരികയുള്ളൂ. ഇല്ലെങ്കിൽ യാതൊന്നാണോ ചിന്തിച്ചുകൊണ്ടിരുന്നത്, യാതൊന്നിലായിരുന്നോ മനസ്സിനെ ചേർത്ത് വെച്ചിരുന്നത്, അതുമാത്രമേ അവസാന സമയത്തും മനസ്സിൽ തെളിയുകയുള്ളൂ. നമുക്കറിയാം, അവസാനം നമ്മൾ ഈ ഭൗതികമായ ഓരോന്നിനോടും എൻ്റേത് 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 എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവസാന സമയത്ത് ആ മരണത്തോടടുക്കുമ്പോഴും എൻ്റേത് ഉപേക്ഷിച്ചു പോകുന്നതിൻ്റെ വേദനയിലാണ് പലപ്പോഴും ജീവൻ വെടിയുന്നത്. കാരണം എൻ്റെ വീട്, എൻ്റെ സ്വത്ത്, എൻ്റെ ധനം, ഇങ്ങനെയുള്ള ആ എൻ്റേതിനോട്, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ വേണ്ടപ്പെട്ടവർ, ഇതിനോടുള്ള മമതാബന്ധം നമ്മളെ അവസാന നിമിഷവും ഞാനില്ലെങ്കിൽ ഇതിനി എന്താകും എന്നുള്ള ചിന്തയാവും. എൻ്റെ വീട്, എൻ്റെ വാഹനം, അല്ലെങ്കിൽ എൻ്റെ വസ്തുക്കൾ, എൻ്റെ ധനം, ഇതൊക്കെ എൻ്റേതല്ലാതായി മാറുന്നതിനെ ഭയത്തോടെ നോക്കിക്കാണും ആ സമയത്ത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരുടെ ഉള്ളിൽ അപ്പോൾ വരുന്ന ചിന്തയും ആ എൻ്റേതിനെ വിടാനുള്ള ഭയമാണ്. ഞാനെന്ന പരമസത്യത്തിലേക്ക് ലയിക്കുന്നതിലുള്ള ആനന്ദത്തേക്കാൾ, കാരണം ഈ പരമസത്യത്തെ ജീവിച്ചിരിക്കുമ്പോൾ ആ അന്ത്യകാലത്തിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള നിമിഷങ്ങൾ തിരിച്ചറിയാതെ പോയതുകൊണ്ട്, ആ പരമമായ ഒന്നിനെ അറിയാൻ ശ്രമിക്കാതെ പോയതുകൊണ്ട്, അവരുടെ അത്ര നാളുമുള്ള ജീവിതകാലം അവരെന്തിനു വേണ്ടി ചിലവഴിച്ചുവോ അതിൽ മാത്രം അവസാന നിമിഷവും മനസ്സ് വ്യാപരിച്ചു നടക്കും. അപ്പോൾ അവരവിടെ കാണുന്നത് ഈ ഭൗതികമായ വിഷയങ്ങളോട് ചേർന്ന് നിന്നിരുന്ന മനസ്സിനെ ഇതിൽ നിന്നും വലിച്ചു മാറ്റാൻ, ഈ ശരീരത്തിൽ നിന്നും വലിച്ചു മാറ്റണമെങ്കിൽ അവിടെ അങ്ങനെയുള്ളവരെ സ്വീകരിക്കാൻ വരുന്നത് സാക്ഷാൽ യമദേവനാണ്. മറിച്ച് ആ അവസാന നിമിഷം നമുക്ക് അതിനു മുൻപുള്ള ജീവിതത്തിൽ ആ ഒരു സംസ്കാരം, ഈശ്വരനെ ചിന്തിക്കാൻ, സ്മരിക്കാനുള്ള ആ ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ അവസാന സമയത്ത്, ഈ ജീവൻ വെടിയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു വിചാരം, ഭഗവാനെ സ്മരിക്കുക എന്നൊരു വിചാരം വരികയുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഭഗവാനെ സ്മരിക്കുമ്പോൾ സാക്ഷാൽ ഭഗവാന്റെ പാർഷദന്മാർ തന്നെയാണ് വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമുക്കത് അജാമിള മോക്ഷത്തിൽ കാണാം, നമുക്കതിനിയും വരുന്നുണ്ട്. അപ്പോൾ ആ ഭഗവാന്റെ പാർഷദന്മാരാകട്ടെ വരുന്നത് ഭഗവാന്റെ അതേ സ്വരൂപത്തോടു കൂടിയാണെന്നൊക്കെ അവിടെ വർണ്ണിക്കുന്നുണ്ട്. ആ ഒരു ഇത് വരണമെങ്കിൽ അതിനു മുൻപ് തന്നെ, അന്ത്യകാലത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഉള്ള ആ ഒരു പൂർവ്വജന്മത്തിൽ, ആ ഒരു പൂർവ്വജീവിതത്തിൽ നമുക്ക് ഈ ഒരു സംസ്കാരം അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചറിവ്, നമുക്ക് ഹരിനാമകീർത്തനത്തിൽ പറയുന്ന പോലെ മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന്, എൻ്റെ ഈ ജീവനും ആ ഒരു പരമാത്മ ചൈതന്യവും ഒന്ന് തന്നെയാണെന്ന് അതിനു മുൻപ് തന്നെ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ളവന് ഈ തൻ്റെ ചുറ്റിനുമുള്ള എല്ലാം തന്നെയും, ആ ഒരു ശ്ലോകത്തിൽ തന്നെ നമുക്ക് പറയുന്നുണ്ടല്ലേ, തൽപ്രാണദേഹവും അനിത്യം കളത്രധനം, കളത്രവും ധനവും ഒക്കെ തൻ്റെ ഭാര്യ, ഭർത്താവ്, മക്കൾ, കുടുംബം, അല്ലെങ്കിൽ തൻ്റെ വീട്, തൻ്റെ അച്ഛൻ, അമ്മ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഈ ഒരു ബന്ധനങ്ങളൊക്കെ വെറും ഇന്ദ്രജാലം മാത്രമാണെന്ന് തിരിച്ചറിയും. ഇതൊക്കെ വെറും ഒരു മായ കൊണ്ട് തോന്നുന്നതാണുണ്ട് എന്ന് തിരിച്ചറിയും. എപ്പോൾ
തൽപ്രാണനും പരനും ഒന്നെന്ന് ആദ്യമേ ഉറയ്ക്കണം. അതിനുള്ള ഒരു സംസ്കാരം നമ്മുടെ ഈ ഒരു ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്ന ആ ഒരു കാലയളവ് കൊണ്ട് ആ ഒരു ജന്മത്തെ നമ്മൾ നേടിയെടുത്താൽ അന്ത്യകാലത്ത് ഭഗവാനെ തന്നെ സ്മരിക്കുവാനാവും. അപ്പോഴേ ആ ഒരു ചിന്ത ഉള്ളിലേക്ക് വരികയുള്ളൂ. അങ്ങനെയുള്ളവന് യാതൊരു ഭയവും കൂടാതെ തന്നെ ഭഗവാന്റെ ലോകത്തിലേക്ക് നടന്നു കയറുവാൻ കഴിയുന്നതാണ്. അപ്പോഴാകട്ടെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് സദാ ഭഗവാന്റെ ആ ഒരു പ്രേമസ്വരൂപത്തിൽ ഭക്തിദേവിയെ ഉള്ളിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളിന് ഈ ജീവിതം എന്ന് പറയുന്ന വളരെ ചെറിയൊരു കാലയളവാണ്. ആ കാലയളവ് കൊണ്ട് തന്നെ ജീവിക്കുന്ന ആ ഒരു കാലയളവ് കൊണ്ട് അങ്ങനെ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളിന് അതുകൊണ്ട് തന്നെ അന്ത്യസമയത്തേക്ക് എത്തുമ്പോൾ ഈ ഒരു യമദേവനെ സ്വപ്നത്തിൽ പോലും അവർക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സ്വപ്നവും ഭഗവാനെ തന്നെയാവും കാണുക. നമ്മുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ് ഈ സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത് എന്ന് ശാസ്ത്രം പറയാറുണ്ട്. അപ്പോൾ ബോധമനസ്സിലും ഉപബോധ മനസ്സിലും സദാ, അതുകൊണ്ടാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് ഭഗവത് സ്മരണയോടുകൂടി കഴിയുന്നവർക്ക് യമദേവനെ കാണാൻ കഴിയില്ല. ആ ഉപബോധ മനസ്സിലും പതിഞ്ഞു കിടക്കുന്നത് ഭഗവത് ചരിതങ്ങളാണ്, ഭഗവത് കഥകളാണ്, ഭഗവത് സ്വരൂപമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് അവസാന കാലത്തും ഭഗവാനെ അവിടുത്തെ രൂപമേ കാണാൻ കഴിയുകയുള്ളൂ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യേഷാം ചിത്തേ വസേത് ഭക്തി സർവദാ പ്രേമരൂപിണീം ന തേ പശ്യന്തി കീനാശം സ്വപ്നേപ്യമലമൂർത്തയ. ഇനിയും ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ പാദത്തിൽ ഭക്തി, അതുപോലെ രണ്ടാമത്തെ പാദത്തിൽ സ്വപ്നേപ്യമലമൂർത്തയ, അവിടെയും വിസർഗമുണ്ട് അവസാനം. രണ്ടും വായിച്ചു നിർത്തുമ്പോൾ ഒരു പകുതി ഹകാരം കൊടുത്ത് വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് സ്വപ്നേപ്യമലമൂർത്തയ, അവിടെ പ്യ അമലമൂർത്തയ ആണ്. അതുകൊണ്ട് പ്യ എന്ന് പറയുന്നിടത്തൊരു അകാരം കൊടുക്കുക. അവിടെ ഏകാരം സ്വപ്നേപ്യമലമൂർത്തയ, അവിടെ ഏകാരം നീട്ടിയെടുക്കുക. പ്യായ്ക്ക് അകാരം കൊടുത്തും വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത്, ഇനി നമുക്ക് ആ ഒരു ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലെ പദവിന്യാസം കൂടി നോക്കാം. യേഷാം ചിത്തേ പ്രേമരൂപിണി ഭക്തി സർവദാ വസേത് അമലമൂർത്തയഃ തേ സ്വപ്നേ അപി കീനാശം ന പശ്യന്തി. ഒന്നുകൂടി പറയാം. യേഷാം ചിത്തേ പ്രേമരൂപിണി ഭക്തി സർവദാ വസേത് അമലമൂർത്തയഃ തേ സ്വപ്നേ അപി കീനാശം ന പശ്യതി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകം വായിച്ചപ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മൾ വിചാരം ചെയ്യുമ്പോൾ ഭഗവാൻ ഈ ഉള്ളവൾക്ക് തോന്നിപ്പിച്ചു തന്നത്. ഭഗവാൻ പറയിപ്പിച്ച വാക്കുകളൊക്കെ ഭഗവാനെ അവിടുത്തെ തന്നെ പാദപത്മങ്ങളിൽ സമർപ്പിക്കട്ടെ. ഹരേ കൃഷ്ണ.